പ്രിയ കൂട്ടുകാരെ, സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദിയുടെ 11ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഈ ഭാഗം കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെട്രിയും റാമും രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത നമ്പർ പറഞ്ഞ് രേഷ്മയ്ക്കുള്ള ടാഗുമായി വന്നു. അത് വാങ്ങി കഴുത്തിലിട്ടിട്ട് കണ്ണുകളടച്ച് അവൾ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ശേഷം തന്നെ നോക്കി നിൽക്കുന്ന പാട്ടിയെയും വെട്രിയെയും റാമിനെയും ആനന്ദിയെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെയെല്ലാം മുഖത്ത് കണ്ട കരുതൽ അവൾ ആത്മവിശ്വാസമാക്കി മാറ്റി. ശേഷം ഓഡിഷന് വന്നവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നുപോയി. പാട്ടിയും ആനന്ദിയും വെട്രിയും റാമും കൂടി ഓഡിഷൻ നടക്കുന്നത് കാണാൻ വന്നിരിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കസേരകളിൽ പോയിരുന്നു. ഓഡിഷൻ ചെയ്യാനായി ഡയറക്ടർ മണിരത്നം അടങ്ങുന്ന 5 അംഗ ജഡ്ജിംഗ് പാനൽ സ്റ്റേജിൻ്റെ മുന്നിലായി തയ്യാറായിരുന്നു. 3 റൗണ്ടുകളായാണ് ഓഡിഷൻ നടത്തുന്നതെന്ന് അവതാരകനെ പോലെ തോന്നിച്ച ഒരാൾ സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. 300ഓളം വരുന്ന മത്സരാർത്ഥികൾ സ്റ്റേജിൻ്റെ മുന്നിൽ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിനിടയിൽ രേഷ്മയും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റൗണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമായും ലോക്കൽ തമിഴിൽ സെൽഫ് ഇൻട്രോ പറയുകയായിരുന്നു. നമ്പർ അനുസരിച്ച് മത്സരാർത്ഥികൾ വരിവരിയായി നിന്നുകൊണ്ട് സ്റ്റേജിൽ കയറി തങ്ങളുടെ സെൽഫ് ഇൻട്രോ നടത്തി. അതിൽ ചിലർക്ക് 30 സെക്കൻഡുകൾക്കകം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരെയും സംസാരിക്കാൻ പതർച്ച തോന്നിയവരെയും നന്നായി പെർഫോം ചെയ്യാത്തവരെയും ആദ്യത്തെ റൗണ്ടിൽ നിന്നും പുറത്താക്കി. പക്ഷേ പാട്ടിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് രേഷ്മ തമിഴ് നടി കൊവൈ സരളയുടെ സംസാര ശൈലിയിൽ അവളുടെ ഇൻട്രോ നടത്തി. മണിരത്നം ഉൾപ്പെടെ ജഡ്ജിംഗ് പാനലിൽ ഉള്ളവർ അവളുടെ പെർഫോമൻസിന് കൈയടിച്ചു. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ മത്സരാർത്ഥികളുടെ എണ്ണം 300-ൽ നിന്നും 173 കുറഞ്ഞു. 2ാം റൗണ്ടിലായി ഓഡിഷൻ ചെയ്യുന്നവർ ചന്ദ്രമുഖി എന്ന സിനിമയിൽ നടി ജ്യോതികയുടെ ക്ലൈമാക്സിലെ പ്രകടനം പ്രൊജക്ടറിൽ പ്ലേ ചെയ്തു. എന്നിട്ട് അതേ സീൻ സ്റ്റേജിൽ അവതരിപ്പിക്കുവാൻ മത്സരാർത്ഥികളോട് പറഞ്ഞു. അത് കേട്ടതും പലരും അസ്വസ്ഥരായി. നമ്പർ അനുസരിച്ച് ഓരോരുത്തർ സ്റ്റേജിൽ കയറി പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങി. ഭൂരിഭാഗം ആളുകളും ഇടയ്ക്ക് വെച്ച് ഡയലോഗ് നിർത്തി ഓഡിഷനിൽ നിന്നും പുറത്തായി. പക്ഷേ ഡയലോഗുകൾ മുഴുവനായി പറഞ്ഞവർ അസാധ്യമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. രേഷ്മ വാളണ്ടിയർമാരിൽ ഒരുവനോട് ചോദിച്ച് പാട്ടിയും കൂട്ടരും ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു. ആനന്ദി, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, രേഷ്മ വേവലാതിയോട് പറഞ്ഞു. റാമും വെട്രിയും നിരാശയോടെ പരസ്പരം നോക്കി. രേഷ്മയുടെ മുഖത്തെ സമ്മർദ്ദം കണ്ടിട്ട് പാട്ടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ കൈവെള്ള ഐസ് പോലെ തണുപ്പുള്ളതും വിയർപ്പ് കൊണ്ട് നനഞ്ഞതുമായിരുന്നു. രേഷ്മയെ, മത്സരത്തിന് എപ്പോഴും ഒരു വിജയമുണ്ടാകും എന്നുവെച്ച് ആ മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റവരൊക്കെ കഴിവില്ലാത്തവരെന്നല്ല. ഇപ്പോൾ നിങ്ങൾക്കായി തന്ന ഈ സിനിമ സീൻ ടാലൻറ്റഡ് ആയിട്ടുള്ള മുൻനിര നടികളോട് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല എന്ന് കരുതി അവരൊക്കെ കഴിവില്ലാത്തവരോ തോറ്റവരോ ആണെന്നാണോ? എല്ലാവരും അവരവരുടേതായ രീതിയിൽ കഴിവുള്ളവരാണ്. ഒരാളെ അനുകരിച്ച് അതുപോലെ തന്നെ ചെയ്ത് ഫലിപ്പിക്കുന്നതിലല്ല കാര്യം, നമ്മുടേതായ രീതിയിൽ ആ സീൻ അഭിനയിക്കുന്നതിലാണ് കാര്യം. ഈ സിനിമയുടെ മലയാളം പതിപ്പ് നീ കണ്ടിട്ടുണ്ടോ? അതിൽ ശോഭന എന്ന നടി ഈ സീൻ ചെയ്തത് മറ്റൊരു രീതിയിലാണ്. അതാണ് അവരുടെ ശൈലി. ഇത് ജ്യോതിക എന്ന നടിയുടെ ശൈലി. പക്ഷേ രണ്ടും ആളുകൾ ഒരുപോലെ സ്വീകരിച്ചു. ശോഭനയും ജ്യോതികയും വിജയികളായി. ഇപ്പോൾ രേഷ്മ എന്ന ഭാവിയിലെ നടിയും അവളുടേതായ ശൈലിയിൽ ആ സീൻ ചെയ്യാൻ പോകുന്നു. നീ ആരെയും അനുകരിക്കേണ്ട. നീയായിരുന്നു ആ സീൻ ചെയ്തിരുന്നതെങ്കിൽ എത്രത്തോളം അത് മനോഹരമാക്കി ചെയ്തേനെ എന്നാലോചിച്ച് ചെയ്യ്. ജയവും തോൽവിയും ഒക്കെ ചിന്തിക്കുന്നത് പിന്നെയാവാം. രേഷ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് തിരികെ നടന്നുപോയി. മത്സരാർത്ഥികളുടെ കൂട്ടത്തിലിരുന്നു. ശേഷം അവരെ എല്ലാവരെയും ഒരു നോട്ടം നോക്കി. ആനന്ദിയും വെട്രിയും റാമും അവളെ തള്ളവേരിൽ ഉയർത്തി ഓൾ ദി ബെസ്റ്റ് എന്ന് ആംഗ്യം കാണിച്ചു. പുറത്തായവർ നിരാശയോടെ സ്റ്റേജിൻ്റെ മുന്നിൽ ഒരു വശത്തായി കൂടി നിന്നു. രേഷ്മയുടെ ഊഴമെത്തി. ചെറിയ പരിങ്ങളോടെ അവൾ പെർഫോം ചെയ്യാൻ സ്റ്റേജിലേക്ക് നടന്നു കയറി. ഒരു നിമിഷം കണ്ണുകളടച്ച് അവൾ ശ്വാസമെടുത്തു. സ്റ്റേജിൽ നിന്നിരുന്നത് അവളായിരുന്നുവെങ്കിലും ഹൃദയമിടിപ്പ് കൂടിയത് സ്റ്റേജിന് വെളിയിലിരിക്കുന്ന പാട്ടിയുടെയും വെട്രിയുടെയും റാമിൻ്റെയും ആനന്ദിയുടെയുമായിരുന്നു. ഒരു നിമിഷം ആ മൈക്കൊന്ന് തരാമോ പ്ലീസ്? പെർഫോം ചെയ്യും മുൻപ് രേഷ്മ അവതാരകനോട് ചോദിച്ചു. അയാൾ ഒന്ന് സംശയത്തോടെ അവളെ നോക്കിയ ശേഷം അവൾക്ക് മൈക്ക് കൈമാറി. ഡിയർ ജഡ്ജിംഗ് പാനൽ, നിങ്ങൾ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ടാസ്ക് എന്നാൽ കഴിയും വിധം ഞാൻ ചെയ്യും. പക്ഷേ അതൊരിക്കലും ആക്ട്രസ് ജ്യോതിക ചെയ്തതുപോലെ ആയിരിക്കില്ല. കാരണം ഇതേ ചിത്രത്തിൻ്റെ മലയാളം പതിപ്പിൽ നടി ശോഭന ചെയ്തതിൻ്റെ അനുകരണമല്ല ജ്യോതിക മാം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാണ്. ഒരാൾ ചെയ്ത ഒന്ന് അതേ രീതിയിൽ അനുകരിക്കുന്നതിലല്ല, അതേ വിഷയം നമ്മുടേതായ ശൈലിയിൽ സീനിൻ്റെ ഇമ്പോർട്ടൻസ് അല്പം പോലും ചോർന്നു പോകാതെ
ചെയ്യുന്നതിലാണ് കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ്. അവൾ മൈക്ക് തിരികെ കൊടുത്ത് പാട്ടിയെയും കൂട്ടരെയും ഒന്ന് നോക്കി. അവർ 4 പേരുടെയും മനസ്സിലപ്പോൾ രേഷ്മ ജയിച്ചു നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് നീണ്ടുനിന്ന അവളുടെ അഭിനയം അവസാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം കയ്യടി ഉയർന്നത് മത്സരത്തിൽ നിന്നും പുറത്തായവരുടെ ഭാഗത്തു നിന്നുമായിരുന്നു. തോൽവിയുടെ വക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു വെള്ള ജയത്തിനുള്ള കയ്യടിയായിരുന്നു അത്. രേഷ്മ അത് കണ്ട് സന്തോഷത്താൽ സ്റ്റേജിൽ നിന്ന് കരഞ്ഞു. ജഡ്ജിംഗ് പാനലിലെ 5 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഹാളിലായി കയ്യടികൾ നിറഞ്ഞപ്പോൾ പാട്ടിയും കൂട്ടരും അഭിമാനത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഓഡിഷൻ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായി. അവസാനത്തെ റൗണ്ടിൽ ജഡ്ജിംഗ് പാനലിൽ നിന്നും മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഓരോ വികാരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റി മാറ്റി മുഖത്തു കൊണ്ടുവരാനുള്ള മത്സരമായിരുന്നു. രേഷ്മ കഴിയുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. ഒടുവിൽ അവസാന റൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് വൈകാതെ ഒരു ഫോൺ കോൾ വരുമെന്ന് അറിയിച്ച ശേഷം ആ ഓഡിഷൻ അവസാനിച്ചു. രേഷ്മയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട ചിലർ അവൾക്കരികിലേക്ക് വന്ന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. നമുക്ക് ബസന്തനഗർ ബീച്ചിലേക്ക് പോയാലോ? തിരക്കൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ രേഷ്മ അവരോട് 4 പേരോടും ചോദിച്ചു. ഈ സമയത്തോ? ആനന്ദി സംശയത്തിൽ ചോദിച്ചു. ഞാൻ റെഡി. പാട്ടി രേഷ്മയുടെ പ്ലാൻ കേട്ടയുടൻ മറുപടി പറഞ്ഞു. എങ്കിൽ ഞാനും റെഡി, റാമും പറഞ്ഞു. നിനക്ക് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകണ്ടേ? വെട്രി റാമിനെ നോക്കി ചോദിച്ചു. ഞാൻ ബിനീഷേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ലേറ്റാകുമെന്ന്. അവൻ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ വാ പോയേക്കാം. വെട്രിയും പച്ചക്കൊടി കാട്ടി. ഒടുവിൽ ആനന്ദിയും സമ്മതിച്ചു. രേഷ്മ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാട്ടി അവളുടെ പിന്നിലേക്ക് കയറി. വെട്രിയുടെ ബൈക്ക് റാമാണ് ഓടിച്ചത്. ആനന്ദിയും തൻ്റെ ലൂണ കിക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കി. വടപളനിയുടെ തെരുവിലൂടെ അവർ 5 പേരും 3 വണ്ടികളിലായി നിരനിരയായി ബസന്തനഗർ ബീച്ചിലേക്ക് സഞ്ചരിച്ചു. ഇടയ്ക്ക് ആനന്ദി ബാക്കിയുള്ളവരെയെല്ലാം പിന്നിലാക്കി വണ്ടി മുന്നോട്ടോടിച്ച് അവരെ തോൽപ്പിച്ചതുപോലെ തിരിഞ്ഞിട്ട് ഇളിച്ചു കാട്ടി. രേഷ്മയും പാട്ടിയും അവളുടെ പിന്നാലെ വണ്ടി പറത്തിവിട്ടു. തൊട്ടു പിന്നാലെ റാമും വെട്രിയും മുന്നോട്ട് വച്ചുപിടിച്ചു. രേഷ്മയും പാട്ടിയും സഞ്ചരിക്കുന്ന സ്കൂട്ടറിനെയും ആനന്ദിയുടെ ലൂണയെയും കടത്തിവെട്ടി റാമിൻ്റെയും വെട്രിയുടെയും തണ്ടർബേർഡ് ബൈക്ക് മുന്നിലെത്തി. പിൻസീറ്റിൽ ഇരുന്നിരുന്ന വെട്രി തിരിഞ്ഞിരുന്ന് ആനന്ദിയെയും രേഷ്മയും പാട്ടിയെയും കൊഞ്ഞനം കുത്തി കാണിച്ചു. നോക്കിയിരിക്കാതെ കൈ കൊടുത്ത് വിഴടി. പാട്ടി രേഷ്മയോട് പറഞ്ഞു. ഒന്ന് പോകളവി, ഇത് 110 cc സ്കൂട്ടറാ. അവന്മാരുടെ ബൈക്കിനെ ഇതുകൊണ്ട് ചേസ് ചെയ്യാൻ പറയുന്നു. രേഷ്മ പാട്ടിയെ വഴക്കു പറഞ്ഞു. എടി, നമ്മൾ തോറ്റു എന്നതിലല്ല കാര്യം, റേസിൽ പങ്കെടുത്തു എന്നതിലാണ് കാര്യം. ജയവും പരാജയവുമെല്ലാം കീർക്ക് പിടിച്ച മൂദേവി അവിടെ മിണ്ടാതെ ഇരുന്നോ? ഇല്ലൽ ചവിട്ടി ഞാൻ ദൂരെ എറിയും. രേഷ്മ തിരിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു. പാട്ടി തൻ്റെ പ്രോത്സാഹനം ഏറ്റില്ല എന്ന ഭാവത്തിൽ ചമ്യ മുഖവുമായി ഇരുന്നു. ബസന്തനഗർ ബീച്ചിൽ 4 5 പേരൊഴികെ ബാക്കി വിജനമായിരുന്നു. കോഫി വേണോ? അവിടെ ഒരു പഴയ സൈക്കിളിൻ്റെ കാരിയറിൽ വലിയൊരു ഫ്ലാസ്കുമായി നിന്നിരുന്ന ഒരു വൃദ്ധൻ അവരെ നോക്കി ചോദിച്ചു. 5 എണ്ണം എടുത്തോ അണ്ണാ, പാട്ടി അയാളെ പരിചയമുള്ളതുപോലെ പറഞ്ഞു. അയാൾ പാട്ടിയെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ നെറ്റിയിൽ സംശയത്തിൻ്റെ വരികൾ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ആളെ മനസ്സിലാക്കിയതുപോലെ അയാൾ പുഞ്ചിരിച്ചു. സുഖമാണോ പെണ്ണെ? അയാൾ സ്നേഹത്തോട് ചോദിച്ചു. സുഖമണ്ണാ. നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ. ഇവരൊക്കെ ആരാ? അയാൾ സംശയത്തോടെ വെട്രിയെയും രേഷ്മയെയും ആനന്ദിയെയും റാമിനെയും നോക്കി ചോദിച്ചു. എൻ്റെ മക്കളാ അണ്ണാ. പാട്ടി അവരെ 4 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കടവുളിൻ മക്കൾ അല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ പാട്ടിയുടെ മുഖത്തും അയാളുടെ മുഖത്തും ഒരുപോലെ ചിരി വിടർന്നു. വൃദ്ധൻ അവർക്ക് 5 പേർക്കും കോഫി കൊടുത്തു. വർഷങ്ങളായി ഈ പരിസരത്ത് കോഫി വിൽക്കുന്നയാളാ കക്ഷി. താത്ത മരിക്കുന്നതുവരെ ചില രാത്രികൾ എന്നെ ഇവിടെ കോഫി കുടിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞാനിവിടെ വരുന്നത്. അതൊക്കെ വിട്, നമുക്ക് കടലമ്മ ഫ്രോഡ് കളിച്ചാലോ? റാം വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. ശരിയാ, ഈ ടൈമിന് കളിക്കാൻ നല്ല രസമായിരിക്കും. വാ, രേഷ്മ ആവേശത്തോടെ പറഞ്ഞു. കോഫി കുടിച്ച ഗ്ലാസ് വേസ്റ്റ് ബിന്നിൽ ഇട്ട ശേഷം അവർ കടൽ തീരത്തേക്ക് നടന്നുപോയി. ആനന്ദി ഒഴികെ അവർ 4 പേരും പല അകലത്തിൽ കടലമ്മ ഒരു ഫ്രോഡ് എന്ന് തീരത്തായി എഴുതി വെച്ചു. എന്നിട്ട് മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ ആരുടെ എഴുത്താണ് ആദ്യം കടൽ മായ്ക്കുന്നതെന്ന് നോക്കി നിന്നു. ആനന്ദി അല്പം അകലെയായി മാറിയിരുന്ന് അവരുടെ കളികളും നോക്കിക്കൊണ്ട് ഫോണിൻ്റെ ബാറ്ററി ഊരിമാറ്റി സിം സ്ലോട്ടിൽ മറ്റൊരു സിമ്മിട്ട് അതിൽ നിന്നും ഒരു നമ്പർ ഡയൽ ചെയ്തു. 2 വട്ടം ട്രൈ ചെയ്തു നോക്കിയ ശേഷം നിരാശയോടെ അവൾ ബാറ്ററി ഊരിമാറ്റി പഴയ സിം തിരികെ ഇട്ടു. ഇതേസമയം ബാക്കിയുള്ളവർ 4 പേരും കളികളുടെ ശ്രദ്ധയിലായിരുന്നു. ആദ്യം വെട്രിയുടെയും പിന്നീട് പാട്ടിയുടെയും അത് കഴിഞ്ഞ് രേഷ്മയുടെയും എഴുത്തുകൾ കടൽ മായ്ച്ചു കളഞ്ഞു. റാം ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവി. കളി കഴിഞ്ഞ് അവർ 4 പേരും ആനന്ദിക്കൊപ്പം വന്നിരുന്നു. മണ്ണിന് ചെറിയ നനവുണ്ടായിരുന്നു. രേഷ്മയും വെട്രിയും കൂടി നനഞ്ഞ മണ്ണ് കണ്ടതും മത്സ്യകന്യകയുണ്ടാക്കാൻ തുടങ്ങി. പാട്ടി അവർ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്ന്
മുഖം ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം കൂടി. റാം തൻ്റെ സമീപത്തിരുന്ന ആനന്ദിയെ ഒന്ന് നോക്കി. അവൾ ആകാശത്തെ നക്ഷത്രങ്ങളെയും നോക്കിയിരിക്കുകയാണ്. ഓയ് ആനന്ദി, അവൻ വിളിച്ചു. എന്തോയ്, നീ എന്താ ഇത്ര നോക്കുന്നത്? റാം ആ 2 നക്ഷത്രങ്ങളെ കണ്ടോ? ആകാശത്തിലെ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി അവൾ ചോദിച്ചു. റാം നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രകാശമുള്ള ഒരു നക്ഷത്രത്തെ കണ്ടു. ഹാ, കണ്ടല്ലോ. പക്ഷേ അതിലൊരെണ്ണമല്ലേ ഉള്ളൂ. എന്താ അതിൻ്റെ പ്രത്യേകത? അല്ല, അത് ഇരട്ട നക്ഷത്രങ്ങളാണ്. സിറിയസ് എ എന്നും സിറിയസ് ബി എന്നുമാണ് അവയുടെ പേര്. ഒന്നിന് തിളക്കം കൂടുതലായതുകൊണ്ട് പിന്നിൽ നിൽക്കുന്നതിനെ തിരിച്ചറിയാത്തതാ. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ദിവസവും അവയെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എത്ര നേരം നോക്കിയിരുന്നാലും മടുക്കില്ല. ചില മഴയുള്ള ദിവസങ്ങളിൽ കാർമേഘം വന്ന് മൂടിപ്പോയാലും കുറച്ച് സമയം കഴിയുമ്പോൾ അവ വെളിയിൽ വരും. അവൾ പറയുന്നതൊക്കെ കേട്ട് റാം പഴയൊരു കൂട്ടുകാരിയെ ഓർത്തു. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ കാമുകൻ പട്ടാളത്തിലാണ്. ചിലപ്പോഴൊക്കെ ദിവസങ്ങളോളം അവർക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവനെ ശരിക്കും മിസ് ചെയ്യുമ്പോഴൊക്കെ അവൾ ഏതോ ഒരു നക്ഷത്രത്തെയും നോക്കി ഇങ്ങനെ ഇരിക്കും. അവളെ മിസ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു കോണിലിരുന്ന് അവനും അതിനെ അങ്ങനെ നോക്കും. അവർ തമ്മിൽ അദൃശ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നക്ഷത്രങ്ങളിലൂടെയാണെന്ന് അവൾ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. അതാരാ നീ ദിവസവും മിസ് ചെയ്യുന്ന ആ ആൾ? റാം ആനന്ദിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അതൊക്കെയുണ്ട്. അവൾ അവനെ നോക്കി കണ്ണിറുക്കി കാട്ടി. ഞാനൊരു കാര്യം ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി പറയുമോ? അവൻ ചോദിച്ചത് കേട്ട് അവൾ നെറ്റിച്ചുളിച്ചു. യെസ് ഓർ നോ മാത്രം മതി. അറിയാവുന്ന കാര്യമാണെങ്കിൽ പറയാം റാം. നിനക്ക് ലവർ ഉണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ നിലത്തേക്ക് നോക്കിയിരുന്ന് ചിരിച്ചു. പറ പ്ലീസ്. നോ. അവൾ അത് പറഞ്ഞതും റാമിൻ്റെ മുഖം തെളിഞ്ഞു. അവൻ മുഖം ചരിച്ചു വെച്ച് എന്തോ നേടിയെടുത്ത രീതിയിൽ യെസ് എന്ന് സ്വയം പറഞ്ഞു. എന്നിട്ട് ആ നക്ഷത്രങ്ങളെ നോക്കി. ആ നക്ഷത്രങ്ങൾക്ക് ശരിക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. എനിക്ക് നോക്കിയിരുന്നിട്ട് മടുക്കുന്നില്ല. അവൻ പറഞ്ഞത് കേട്ട് അവൾ നക്ഷത്രങ്ങളെയും റാമിനെയും മാറി മാറി നോക്കി. അവൾക്ക് കാര്യം പിടികിട്ടിയ സന്തോഷത്തിൽ റാം അല്പം കൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവൾ സംശയത്തിൽ അവനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ ഇളിച്ചു കാണിച്ചു. അവൾ ഒന്ന് മൂളിയിട്ട് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിൽ അവനെ തലകുലുക്കി കാണിച്ചു. വായോ, ഓടി വായോ, ഞങ്ങളുടെ മത്സ്യകന്യകയെ വന്ന് കൺകുളിർക്ക് കാണി, വെട്രി വിളിച്ചു കൂവി. റാമും ആനന്ദിയും കൂടി അവിടേക്ക് ചെന്നു. അവരുണ്ടാക്കിയ മത്സ്യകന്യകയെ കണ്ട് അവരിരുവരും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. പാട്ടി ഉണ്ടാക്കിയതുകൊണ്ട് മത്സ്യകന്യകയുടെ മുഖം സുന്ദരമായിരുന്നു. പക്ഷേ തൊട്ടു താഴെ 2 പർവ്വതങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതും രണ്ടും 2 സൈഡിൽ. പോരാത്തതിന് മത്സ്യകന്യയ്ക്ക് ബീച്ചിൽ ആരോ ഉപേക്ഷിച്ചു പോയ നിക്കർ ഇട്ട് കൊടുത്തിരിക്കുന്നു. അത്രയും ദാരിദ്ര്യം പിടിച്ച മത്സ്യകന്യകയെ കണ്ടിട്ട് ആനന്ദിയും റാമും നിർത്താതെ ചിരിച്ചു. എന്താണിവിടെ? പിന്നിൽ നിന്നും ഗാംഭീര്യത്തോടുള്ള ചോദ്യം കേട്ട് അവർ 5 പേരും തിരിഞ്ഞു നോക്കി. അയ്യോ, പോലീസ്, രേഷ്മ അറിയാതെ പറഞ്ഞു. 2 പോലീസുകാർ അവരുടെ അടുത്തേക്ക് നടന്നെത്തിയിട്ട് അവരെയും ആ മത്സ്യകന്യകയെയും ഓരോ നോട്ടം നോക്കി. വെട്രി കാലുകൊണ്ട് മത്സ്യകന്യകയുടെ നിക്കർ തോണ്ടി ദൂരേക്ക് എറിഞ്ഞു. ഈ സമയത്ത് എന്താ ഇവിടെ നിൽക്കുന്നത്? അതിൽ 6 അടിക്ക് മുകളിൽ ഉയരം വരുന്ന ചെറുപ്പക്കാരനായ ഒരു പോലീസുകാരൻ അവരെല്ലാം നോക്കി ചോദിച്ചു. ഇവൾക്കൊരു സിനിമയുടെ ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ ഈ വഴിക്ക് വന്നതാണ്. പാട്ടി രേഷ്മയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയത്തൊന്നും ഇവിടം അത്ര സേഫ് അല്ല. അഥവാ നൈറ്റ് ടൈം ബീച്ചിൽ വന്നാലും കടലിലേക്ക് വരാതെ റോഡ് സൈഡിൽ ഇരിക്കണം, ഓക്കെ? അയാൾ അത് പറഞ്ഞിട്ട് കൂടെയുള്ള പ്രായം ചെന്ന പോലീസുകാരനെയും കൂട്ടി അല്പം അകലെ കൂട്ടം കൂടിയിരുന്ന ചെറുപ്പക്കാരുടെ അരികിലേക്ക് നടന്നുപോയി. എങ്കിൽ പോയാലോ? പാട്ടി അവരോട് ചോദിച്ചു. നടന്നുപോയ പോലീസുകാരിൽ ചെറുപ്പക്കാരനായ ആൾ തിരികെ വന്ന് ഒരു നോട്ട് പാഡ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ എല്ലാം പേരുകളും അഡ്രസ്സും ഫോൺ നമ്പരും ഒന്ന് പറഞ്ഞേക്ക്. ആദ്യം റാം അവൻ്റെ പേരും ചെന്നൈ അഡ്രസ്സും ഫോൺ നമ്പരും പറഞ്ഞു കൊടുത്തു. തൊട്ടു പിന്നാലെ രേഷ്മയും അവളുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. പാട്ടി അവരുടെ പേരും ആനന്ദിയുടെ പേരും വെട്രിയുടെ പേരും പറഞ്ഞു കൊടുത്ത ശേഷം 3 പേരുടെയും അഡ്രസ്സ് ഒന്നാണെന്ന് പറഞ്ഞു. ശരി, ഇനി പൊയ്ക്കോളൂ. അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതിയെടുത്ത ശേഷം അയാൾ പറഞ്ഞു. എന്തിനാ ഇവർക്കിതൊക്കെ? തിരിച്ച് റോഡിലേക്ക് നടക്കുന്നതിനിടയിൽ റാം ചോദിച്ചു. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, വെട്രി പറഞ്ഞു. ഞാൻ നൈസായിട്ട് ഫോൺ നമ്പർ തെറ്റിച്ചാ കൊടുത്തത്. ചെറുപ്പക്കാരനല്ലേ, പോരാത്തതിന് പോലീസുകാരനും, ചിലപ്പോൾ ശല്യമാകും, രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർക്കതല്ല പണി. അഥവാ നിന്നെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ പിന്നെ ഒന്നും നോക്കരുതടി, അവനെ അങ്ങ് കുടുക്കി കെട്ടിക്കണം, വെട്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സിനിമയിൽ കയറട്ടെ, ആണുങ്ങൾ എൻ്റെ മുന്നിൽ ക്യൂ നിൽക്കും, രേഷ്മ തിരിച്ചടിച്ചു. അതിനാണെങ്കിൽ നിനക്കൊരു ടാസ്മാർക്ക് കൗണ്ടറിൽ ജോലിക്ക് കയറിയാൽ പോരെ? ഫുൾ ടൈം നിൻ്റെ മുന്നിൽ ആണുങ്ങളുടെ ക്യൂ ആയിരിക്കും. നിന്നെപ്പോലെ ഒരു കുമ്മണമൂഞ്ചിയോട് സംസാരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ, രേഷ്മ വണ്ടിയുടെ മിററിൽ തൂക്കിയിട്ടിരുന്ന ഹെൽമെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അല്ല, എന്താ ഈ കുമ്മണമൂഞ്ചി?
റാം സംശയത്തോടെ ചോദിച്ചു. ആർക്കറിയാം, അവൾ തന്നെ കണ്ടുപിടിക്കുന്ന ഓരോ തെറികളാ, വെട്രി പുച്ഛത്തിൽ പറഞ്ഞു. അപ്പോൾ അടുത്ത പ്ലാൻ എന്താ? ആനന്ദിയും അവളുടെ വണ്ടിയിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഈ സാധനത്തിനെ വീട്ടിൽ കൊണ്ടുവിടുമല്ലോ. ഞാൻ റാമിനെ കൊണ്ടുപോയി വിട്ടിട്ട് വീട്ടിലേക്ക് വന്നോളാം, ഗേറ്റ് പൂട്ടണ്ട, വെട്രി പാട്ടിയെയും ആനന്ദിയെയും നോക്കി പറഞ്ഞു. റാമിന് ഇന്ന് വെട്രിക്കൊപ്പം കിടന്നുകൂടെ? പാട്ടി ചോദിച്ചു. ഇല്ല പാട്ടി, റൂമിലെ ചേട്ടനോട് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞു പോയി. നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസമെങ്കിൽ എന്ത് നന്നായനെ അല്ലേ? ഇനി എന്തായാലും എല്ലാവരെയും ശനിയാഴ്ച ഒന്നിച്ച് കാണാം, പാട്ടി പറഞ്ഞു. രേഷ്മയും ആനന്ദിയും പാട്ടിയും യാത്ര പറഞ്ഞു പോയതും വെട്രി റാമിനെയും കൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. കിരൺ സാധാരണ കയറാറുള്ള ബാൽക്കണി വഴിയാണ് റാം ഫ്ലാറ്റിൽ കയറി പറ്റിയത്. പിറ്റേന്ന് കാലത്ത് റാം ഉണരുമ്പോൾ ഫോണിൽ ആനന്ദിയുടെ ഒരു മിസ്ഡ് കോൾ കിടപ്പുണ്ടായിരുന്നു. അതിനൊപ്പം എഴുന്നേൽക്കുമ്പോൾ വിളിക്കാമോ എന്ന മെസ്സേജും. കിരൺ നേരത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയായിരുന്നു. റാം ആനന്ദിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ആനന്ദി, ഗുഡ് മോർണിംഗ്. ഇപ്പോഴേ എഴുന്നേറ്റത്? അത് സാരമില്ല റാം, എനിക്കൊരു സഹായം ചെയ്യാമോ? ഞാൻ ഇന്നൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ഏരിയയിലാണ്. നീ ഇന്ന് അവിടെ വരെ പോകാമോ? അഡ്രസ്സ് ഞാൻ മെസ്സേജ് ചെയ്യാം. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവൻ സംശയത്തോട് ചോദിച്ചു. ഇയാൾ ഒന്നും ചെയ്യുകയൊന്നും വേണ്ടടോ, അവർ കുറച്ച് ക്യാഷ് തരും, അത് വാങ്ങി എന്നെ ഏൽപ്പിച്ചാൽ മാത്രം മതി. എൻ്റെ വണ്ടി കേടായി, ഞാനിപ്പോൾ വർക്ക്ഷോപ്പിൽ നിൽക്കുക. ബസ്സിലോ ഓട്ടോയിലോ അവിടെ വരെ വന്നിട്ട് കൃത്യസമയത്ത് കോളേജിലെത്താൻ പ്രയാസമാണ്. ഇയാൾക്ക് ബുദ്ധിമുട്ടാകുമോ? എന്ത് ബുദ്ധിമുട്ട്? നീ അഡ്രസ്സ് അയക്ക്, നമുക്ക് കോളേജിൽ വെച്ച് കാണാം. താങ്ക്സ് റാം, ബൈ. റാം മുഖം കഴുകി അടുക്കളയിൽ പോയി കിരണിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വേഗം റെഡിയായി ബിനിഷേട്ടൻ്റെ ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആനന്ദി കൊടുത്ത അഡ്രസ്സ് കണ്ടുപിടിക്കാൻ അവൻ അല്പം പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗിണ്ടിയിലെത്തുമ്പോൾ അവൻ്റെ സ്ഥിരം ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മല്ലിയെയും അവിടെ എങ്ങും കണ്ടില്ല. മല്ലി പോയോ? അവൻ സമൂസ വിൽക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ ചോദിച്ചു. അവൾക്ക് വയ്യ മോനെ, അവർ വിഷമത്തിൽ പറഞ്ഞു. വയ്യേ? പെട്ടെന്ന് എന്തു പറ്റി? അതൊക്കെ ഇടയ്ക്കുള്ളതാ. അവളെ ഇന്നലെ പോലീസുകാർ കൊണ്ടുപോയി നന്നായി ഉപദ്രവിച്ചെന്ന അവളുടെ കൂട്ടുകാർ പറഞ്ഞത്. അമ്മച്ചി, മല്ലി താമസിക്കുന്ന സ്ഥലം അറിയുമോ? അവൻ ചോദിച്ചു. അത് അറിയാനും മാത്രമൊന്നുമല്ല, ആ കത്തിപ്പാറ പാലത്തിന് താഴെയാ അവരുടെയൊക്കെ താമസം. ശരി. അവൻ തിരികെ റെയിൽവേ പാലത്തിലേക്ക് ഓടിക്കയറി. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ കത്തിപ്പാറ പാലമെത്തും. റാം തെരുവിലെ കച്ചവടക്കാരുടെ ഇടയിലൂടെ നടന്ന് പാലത്തിൻ്റെ താഴെ ചെന്നു. പല നിറത്തിലെ സാരികൾ കെട്ടിമറിച്ച് മുറികൾ പോലെ തിരിച്ചിട്ടുള്ളതിൽ ഒന്നിലും ആളുകളുണ്ടായിരുന്നില്ല. അവൻ മൊത്തമായി ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഒരു തൂണിൻ്റെ ഭിത്തിയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന സാരി മുറിയിൽ ആരോ കിടക്കുന്നതായി കണ്ടു. ആ തൂണിൻ്റെ സമീപം ഓട വൃത്തിയാക്കുന്ന ആളുകൾ കരി പോലെ കറുത്ത നിറമുള്ള ചെളിയും മാലിന്യങ്ങളും വാരി ഒരു കൂന പോലെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. ഓടയ്ക്കരികിൽ അത്രയും സ്ഥലമുണ്ടായിരുന്നിട്ടും കൃത്യം ആ സാരി മുറികളുടെ അരികിൽ തന്നെ ചെളി വാരി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതും അവരോട് ചെയ്യുന്ന ദ്രോഹം പോലെ അവന് തോന്നി. അത്രയ്ക്കും അസഹനീയമായിരുന്നു അതിൻ്റെ ദുർഗന്ധം. അവൻ ആൾ കിടക്കുന്നത് കണ്ട സാരി മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് പായയിലായി മല്ലി കിടക്കുന്നത് കണ്ടു. അവൾ കിടക്കുന്നതിന് സമീപത്തെ തൂൺ ഭിത്തിയിൽ ഗണപതിയുടെയും തമിഴ്നടൻ വിജയുടെയും നയൻതാരയുടെയും ഫോട്ടോകൾ ഒട്ടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. മല്ലി, അവൻ നീട്ടി വിളിച്ചു. അപ്രതീക്ഷിതമായി റാമിനെ കണ്ടതും അവൾ കിടന്നുകൊണ്ട് തന്നെ ചിരിച്ചു. അവളുടെ ചുണ്ടുകൾ രക്തം കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നു. മുഖമെല്ലാം അടി കൊണ്ടതുപോലെ വീങ്ങിയിരുന്നു. എന്താണിതൊക്കെ? അവൻ വിഷമത്തോടെ അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു. പോലീസുകാരുടെ ഭാര്യമാരെക്കാളും സൗന്ദര്യം എനിക്കായിപ്പോയി റാം. ഇല്ലിൽ, അവരുള്ളപ്പോൾ അവന്മാർ എന്നെ തേടി വരുമോ? അവൾ വരുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം, അവൻ പറഞ്ഞു. എന്തിന്? ഇതൊക്കെ ഞങ്ങൾക്ക് സർവ്വസാധാരണമാണ്. 2 ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും, മല്ലി ലാഘവത്തോടെ പ്രതികരിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ച് പരാതി കൊടുത്തുകൂടെ? എന്ത്? അവരെപ്പറ്റി അവരോട് തന്നെ പരാതിപ്പെടാനോ? പോലീസല്ല, മന്ത്രിമാർക്കോ കളക്ടർക്കോ ഒക്കെ. എൻ്റെ റാം, ഞങ്ങളിൽ ആരെങ്കിലും റോഡിൽ മരിച്ചു കിടന്നാലും തെരുവ് പട്ടി ചത്താൽ കൊടുക്കുന്ന വില പോലും ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരും വരില്ല. അഥവാ സംസാരിച്ചാലും ആരും കേൾക്കാനും പോകുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക തന്നെ തരമുള്ളൂ. റാം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ ചെന്നൈ വിടുവല്ലേ, പോകും മുമ്പ് ഒരവസാന ഓർമ്മയായിട്ട് ഇതും കൂടി ഇരിക്കട്ടെ, അവൾ ചിരിച്ചു. അല്പനേരം കൂടി അവൾക്കൊപ്പം ഇരുന്ന ശേഷം മല്ലിക്ക് വൈകിട്ട് വരെ കഴിക്കാനുള്ള ആഹാരവും വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് റാം തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കോളേജിലേക്ക് എത്തുമ്പോൾ സമയം 10:30 കഴിഞ്ഞിരുന്നു. എന്തുപറ്റി ലേറ്റായേ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, റാമിനെ കണ്ടതും ആനന്ദി ചോദിച്ചു. ഞാൻ പൈസയുമായി കടന്നു കളഞ്ഞെന്ന് കരുതിയോ? റാം ബാഗിൽ നിന്നും പണം വെച്ച കവർ എടുത്ത് ആനന്ദിക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടോ. അവൾ ആ കവർ സൈഡ് ബാഗ് എടുത്ത് അതിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. മല്ലിയെ ഇന്നലെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ചു. അവളെ കാണാൻ പോയതാ. ഓ, എന്നിട്ട് എങ്ങനെയുണ്ട് പുള്ളിക്ക്? കുഴപ്പമില്ല. എന്നാൽ ശരി, ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ, ബ്രേക്കിന് കാണാം, അവൻ പടികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, ക്ലാസ്സിൽ തയ്യാലൻ സാറാണ്.
ലേറ്റായതിന് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി കേട്ടോ. പുള്ളിക്ക് അതൊക്കെ മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ റാമിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അവൻ ഒന്ന് മൂളിയ ശേഷം മുകളിലേക്ക് പടികൾ കയറിപ്പോയി. ദയാനൻ സർ മോഡേൺ സിനിമയെപ്പറ്റി ക്ലാസ് എടുക്കുകയായിരുന്നു. റാം കയറി ചെന്നപ്പോൾ അയാൾ അവനോട് ലേറ്റായ കാരണം തിരക്കി. ഞാൻ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ പോയിരിക്കുകയായിരുന്നു സർ. റാം പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ അവനെ സംശയത്തിൽ നോക്കി. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല സർ, അവൾ എൻ്റെ ഫ്രണ്ടാണ്. സുഖമില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ കാണാൻ പോയതാണ്. ശരി, എങ്കിൽ ഉച്ചവരെ എൻ്റെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. രേഷ്മയും വെട്രിയും പിൻസീറ്റിൽ റാമിനെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ശരി സർ. റാം മറ്റൊന്നും പറയാൻ നിൽക്കാതെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി. മുകളിലേക്ക് പോയതുപോലെ തന്നെ അവൻ തിരികെ വരുന്നത് കണ്ടപ്പോൾ ആനന്ദിക്ക് കാര്യം പിടികിട്ടി. ഞാനത് പ്രതീക്ഷിച്ചു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുള്ളി പഠിപ്പിക്കുന്നത് മോഡേൺ സിനിമയെക്കുറിച്ചായിരുന്നു. എന്താ അല്ലേ? ഇവിടുത്തെ പ്രിൻ്റർ കേടാണ്. എനിക്ക് കുറച്ച് പ്രിൻ്റുകൾ എടുക്കുവാനുണ്ട്. നീ തെരുവിലേക്ക് വരുന്നോ? അവൾ ചോദിച്ചു. പിന്നെന്താ, വരാലോ, അവൻ പറഞ്ഞു. പുറത്തായി പൂക്കൾ നനച്ചുകൊണ്ട് നിന്ന അക്കയോട് റിസപ്ഷനിൽ ആരെങ്കിലും വന്നാൽ ഫോൺ ചെയ്യാൻ ഏൽപ്പിച്ച ശേഷം ആനന്ദി റാമിനൊപ്പം നുങ്കമ്പാക്കം തെരുവിലേക്ക് പോയി. തെരുവിൽ സാമാന്യ തിരക്കുണ്ടായിരുന്നു. വഴിയോര കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും തിക്കും തിരക്കും കൂട്ടി. അതിനിടയിലൂടെ വണ്ടിയുമായി പോകുന്നവർ ഹോൺ മുഴക്കി ആ തിക്കിലും തിരക്കിലും കൂടുതൽ ശബ്ദം നൽകി. പ്രിൻ്റുകൾ എടുക്കുന്ന കടയിൽ പ്രായം ചെന്ന ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. ആനന്ദി അവളുടെ കയ്യിലിടുന്ന പെൻഡ്രൈവ് കൊടുത്ത ശേഷം സൈഡ് ബാഗിൽ നിന്നും റാം കൊടുത്ത പണം കവറോടുകൂടി അയാളെ ഏൽപ്പിച്ചു. പ്രിൻ്റ് വാങ്ങുവാൻ 15 മിനിറ്റുകൾ കഴിഞ്ഞ് വരാൻ അയാൾ അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ റാമിനെയും കൂട്ടി സമീപത്തുള്ള പബ്ലിക് പാർക്കിലേക്ക് നടന്നു. അതെന്താ ആ പൈസ അവിടെ കൊടുത്തത്? റാം നടത്തത്തിനിടയിൽ ചോദിച്ചു. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഇന്നത്തെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സ്, അതിനുള്ള ക്യാഷാ, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവർ പാർക്കിലേക്ക് നടന്നെത്തിയിരുന്നു. അവിടെ കണ്ട മഞ്ഞ പെയിൻ്റടിച്ച ബെഞ്ചിൽ അവർ ഇരുന്നു. പാർക്കിൽ ആരുടെയും ശ്രദ്ധയെത്താത്ത ഇടങ്ങളിലൊക്കെ കാമുകന്മാർ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താണെന്നറിയില്ല, ഈ ബെഞ്ച് ആരും ഇരിക്കാൻ സെലക്ട് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വന്നാലും ഈ സീറ്റ് എനിക്കുള്ളതാ, അവൾ പറഞ്ഞു. റാം ചുറ്റുമൊന്ന് നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ എതിർവശത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെയുള്ള ചിലർ സീൻ പിടിക്കാൻ എന്നതുപോലെ ആനന്ദിയെയും റാമിനെയും ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൻ അത് കണ്ട് ചിരിച്ചു. ദേ, ഇന്നലത്തെ ആ പോലീസുകാരൻ, അതിനിടയിൽ റാം റോഡിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ആനന്ദി നോക്കുമ്പോൾ അവർ തലേന്ന് ബീച്ചിൽ കണ്ട ഉയരമുള്ള ചെറുപ്പക്കാരനായ പോലീസുകാരൻ കളർ ഡ്രസ്സിൽ പാർക്കിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അയാൾ താമസിക്കുന്നത് ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. കയ്യിൽ പച്ചക്കറിയൊക്കെ ഉണ്ട്. റാം അയാളെ മൊത്തമായി നിരീക്ഷിച്ച ശേഷം പറഞ്ഞു. ആനന്ദി പെട്ടെന്ന് ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ടല്ലോ, ഞാൻ പോകുക. പ്രിൻ്റ് ഇന്ന് വേണ്ട, നാളെ മതി. അത്രയും പറഞ്ഞ ശേഷം അവൾ കോൾ കട്ടാക്കി. എന്നിട്ട് റാമിനെ നോക്കി. നമുക്ക് പോകാം, ആനന്ദി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. റാം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവളെ നോക്കി. അവർ രണ്ടുപേരും തെരുവിലൂടെ തിരികെ കോളേജിലേക്ക് നടക്കുമ്പോൾ പ്രിൻ്റ് എടുക്കാൻ കൊടുത്ത കടയുടെ ഷട്ടർ ഇട്ടിരിക്കുന്നത് റാം ശ്രദ്ധിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ പോകുന്ന സന്തോഷവും നാട്ടിലേക്ക് രൂപമാറ്റത്തോടെ തിരികെ പോകുന്നതിലുള്ള ഭയവുമെല്ലാം മല്ലിയുടെ മുഖത്തുണ്ടായിരുന്നു. ആ ദിവസം സായാഹ്നത്തിൽ റാമിനെയും കൂട്ടി അവൾ ടി നഗറിലേക്ക് പോയി. അമ്മയ്ക്കും അച്ഛനും അനുജനും വസ്ത്രങ്ങളും മധുരപലഹാരങ്ങളുമെല്ലാം വാങ്ങുകയായിരുന്നു ഉദ്ദേശം. നീ ഇങ്ങനെയായത് അവർക്കറിയുമോ? സാധനങ്ങളും വാങ്ങി ഗിണ്ടി സ്റ്റേഷനിൽ നിന്നും മല്ലിയുടെ താമസസ്ഥലത്തേക്ക് നടക്കുന്നതിനിടയിൽ റാം ചോദിച്ചു. ഒരിക്കൽ ഞാൻ എൻ്റെ ഫോട്ടോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അമ്മ അച്ഛനെയും അനിയനെയും കാണിച്ചെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരെന്തു പറഞ്ഞു? രണ്ടുപേരും ഫോട്ടോ നോക്കി കുറേ സമയം ചിരിച്ചു എന്ന് പറഞ്ഞു. അവർ നിന്നെ സ്വീകരിച്ചില്ലെങ്കിലോ? റാം അത് ചോദിച്ചപ്പോൾ മല്ലിയുടെ മുഖമാകെ മാറിയെങ്കിലും മുഖത്തൽപ്പം ചിരി വരുത്താൻ ശ്രമിച്ചു. അങ്ങനെ പറയില്ലേ റാം, എന്തൊക്കെ വന്നാലും അമ്മ എനിക്ക് സപ്പോർട്ടുണ്ടാവും. പിന്നെ ബൈക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അനിയനും. അഥവാ അച്ഛൻ തടസ്സം നിന്നാലും എങ്ങനെയെങ്കിലും അയാളുടെ കാലും കൈയും പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കയറും. അതിപ്പോൾ ജീവിതകാലം മുഴുവൻ വെളിയിലിറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞാലും അവർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കും. എനിക്കിവിടെ ശരിക്കും മടുത്തു റാം. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്കും. ആ പാലത്തിൻ്റെ താഴെ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ വലിയൊരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു മുറി. ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ശരീരം വിൽക്കുവാനോ ആർക്കും കീഴ്പ്പെടുവാനോ ഒട്ടും താല്പര്യമില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കുവാനും പോകുന്നില്ല. പിന്നെ പോകുന്നിടം വരെ അങ്ങ് പോകട്ടെന്നാ എല്ലാവരും കരുതുന്നത്. അവർക്കെല്ലാം എന്നെ പിരിയുന്ന ദുഃഖമുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുന്ന സന്തോഷമാണ് കൂടുതലും. പിന്നെ മറ്റൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഞാൻ പോയാലും നീ അവരെയെല്ലാം ഇടയ്ക്ക് ചെന്ന് കാണണം, മിണ്ടണം. എന്നോടോ അവരോടോ സാധാരണ മനുഷ്യരാരും വിശേഷം തിരക്കുവാൻ വരാറില്ല.
അതുകൊണ്ട് തന്നെ ചില രാത്രികൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഒരു സംസാര വിഷയമാകാറുണ്ട്. എല്ലാവർക്കും നിന്നെ വലിയ കാര്യവുമാണ്. അവൾ അത് പറഞ്ഞപ്പോൾ റാം ഒന്ന് മൂളുക മാത്രം ചെയ്തു. നടത്തത്തിനിടയിൽ അല്പദൂരം ഇരുവരും ഒന്നും തന്നെ സംസാരിച്ചില്ല. ഇന്ന് നിന്റെ കൂടെ അവിടേക്ക് വന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരാൾക്കും കൂടിയുള്ള ഭക്ഷണം കാണുമോ? പാലത്തിനരികിലേക്ക് നടന്നെത്തിയപ്പോൾ റാം മല്ലിയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട് മല്ലി പല്ലുകൾ മുഴുവൻ വെളിയിൽ കാണുന്ന തരത്തിൽ ചിരിച്ചു. അന്ന് റാം അത്താഴം കഴിച്ചത് അവർക്കൊപ്പമാണ്. അവരുടെ തമാശകളും ചിരിയും കളിയുമെല്ലാം അവൻ്റെ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നെങ്കിലും അവനും അവർക്കൊപ്പം പങ്കുചേർന്നു. തനിക്ക് ചെന്നൈയിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ 13 പേരെയും അതിലൊരു ചെറിയ വീട് കെട്ടി താമസിപ്പിക്കുമായിരുന്നെന്ന് റാം മനസ്സിലോർത്തു. രാത്രി 9:30 ആയപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവൻ അയ്യപ്പൻ താങ്കലിലേക്കുള്ള ബസ് കയറി. മല്ലി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ തൻ്റെ കൂട്ടുകാരെയെല്ലാം കാണിച്ചു കൊടുത്തു. അവൾക്ക് തൻ്റെ നാടായ സേലത്തേക്ക് പോകുവാൻ ഇനി 2 നാൾ കൂടി മിച്ചമുണ്ടായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. വെട്രി ആനന്ദിയുടെ കമ്പനിക്ക് അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഫാമിലിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഓർഡർ സംഘടിപ്പിച്ചു കൊടുത്തു. പാർട്ടിക്ക് ഡെക്കറേഷൻ ചെയ്യാനായി പുറത്തുനിന്നും ആളെ വിളിക്കാതെ റാമും വെട്രിയും രേഷ്മയും ചേർന്ന് ആ ദൗത്യം ഏറ്റെടുത്തു. 200 പേരുള്ള പരിപാടിക്ക് വേണ്ടി ലഡ്ഡുവും ജിലേബിയും ഉൾപ്പെടെ മറ്റുള്ള മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാർട്ടിയായിരുന്നു. ആനന്ദിക്ക് സത്യത്തിൽ അതൊരു പരീക്ഷണം കൂടിയായിരുന്നു. ഡെക്കറേഷൻ പുറത്തുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും കുറഞ്ഞ റേറ്റിൽ അവൾക്ക് ആ പരിപാടി നടത്താനായി. അതുപോലെ സാധാരണ ബേക്കറികളിൽ നിന്നും സ്വീറ്റ്സ് എടുക്കുന്ന പരിപാടി മാറ്റി പാർട്ടിയുടെ സ്വീറ്റ്സ് ഉപയോഗിച്ചപ്പോൾ വലിയൊരു തുക അതിലും ലാഭം കിട്ടി. ഒടുവിൽ കാറ്ററിംഗ് ടീമിന് കൂലി കൊടുത്ത് പറഞ്ഞു വിട്ട ശേഷം അന്ന് വൈകിട്ട് പാർട്ടിയുടെ വീട്ടിലെ ഹാളിൽ ഒന്നിച്ചു കൂടിയപ്പോൾ അന്നത്തെ ലാഭവിഹിതം ആനന്ദി 5ആയി വീതിച്ചു. ഒരാൾക്ക് 3000 രൂപ വീതം ലഭിച്ചു. ഇത് കൊള്ളാമല്ലോ. ഞങ്ങളെ കൂടി നീ പാർട്ട്നേഴ്സ് ആക്കുന്നോ? വെട്രി പൈസ പോക്കറ്റിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. കടവിളെ ഞാനില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഒറ്റയ്ക്ക് ഇതിന് മാത്രം പലഹാരം ഉണ്ടാക്കാൻ ഞാൻ യന്ത്രമൊന്നുമല്ല. ഇന്നലെ തികച്ചും 1 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. നാളത്തേക്ക് ബേക്കറിയിൽ കൊടുക്കാനുള്ള പലഹാരമൊക്കെ ഞാനിനി എപ്പോൾ ഉണ്ടാക്കി തീരുമോ എന്തോ. ഞാനീ പാർട്ട്ണർഷിപ്പിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പാർട്ടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അത് സാരമില്ല, പാർട്ടിയും നമുക്ക് പൊക്കാം. നോ പ്രോബ്ലം. പാർട്ട്ണർഷിപ്പിനെ പറ്റി നമുക്ക് കാര്യമായിട്ടൊന്ന് ആലോചിക്കാം. എനിക്കും ഇതാ ലാഭം, ആനന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് രേഷ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൾ ഫോണെടുത്ത് സംസാരിച്ച ശേഷം അവിശ്വസനീയമായ എന്തോ കേട്ട രീതിയിൽ വാപൊത്തി. എന്നിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കോൾ കട്ടാക്കി. ആനന്ദിയും റാമും വെട്രിയും അവളെ തന്നെ നോക്കിയിരുന്നു. എന്നെ മണിരത്നം സാറിൻ്റെ സിനിമയിൽ നായികയുടെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായി സെലക്ട് ചെയ്തു. കോമഡി റോളാ. അവൾ ആവേശത്തോടെ അവരെ നോക്കി പറഞ്ഞു. ആനന്ദി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി രേഷ്മയെ കെട്ടിപ്പിടിച്ചു. വെട്രിയും റാമും സന്തോഷത്തിൽ ഉറക്കെ കൂവി. ബഹളം കേട്ട് പാട്ടി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നു. നീയൊക്കെ എന്ത് ബഹളം വെച്ചാലും കൂവിയാലും ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ചേരില്ല, അവർ അവരുടെ എല്ലാം മുഖത്ത് നോക്കി തീർത്തു പറഞ്ഞു. കിളവി, എനിക്ക് സിനിമയിൽ സെലക്ഷൻ കിട്ടിയടി. രേഷ്മ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആനന്ദിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നീയും ഇവരുടെ കൂടെ ബിസിനസ്സിനില്ലല്ലേ? പാട്ടി പറഞ്ഞത് കേട്ട് അവർ 4 പേരും പൊട്ടിച്ചിരിച്ചു. രേഷ്മയുടെ ആ നേട്ടം ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. വെട്രിയും റാമും കൂടി ബിയർ വാങ്ങാൻ പോയപ്പോൾ ആനന്ദിയും രേഷ്മയും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി പുറപ്പെട്ടു. പിനീഷേട്ടനോട് അന്ന് താൻ പാർട്ടിയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് റാം വിളിച്ചു പറഞ്ഞു. രേഷ്മയും അതുതന്നെ വീട്ടിൽ പറഞ്ഞു. ഒടുവിൽ 9 മണിയോടെ 2ാം നിലയുടെ മുകളിലെ ടെറസിലായി അവർ 5 പേരും ഒന്നിച്ചുകൂടി. പാട്ടിയും ആനന്ദിയും ഒഴികെ ബാക്കി 3 പേരും ബിയർ കുടിച്ചു. പാട്ടിയും ആനന്ദിയും വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രേഷ്മ പകുതി ബിയർ കുടിച്ചപ്പോഴേക്കും വെട്രിയും റാമും 2 വീതം ബിയർ കുടിച്ചു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെയാൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. 2ാമത്തെ ബിയർ ബോട്ടിൽ കാലിയാക്കി നിലത്തേക്ക് വെച്ചുകൊണ്ട് റാം പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ 3 പേരുടെയും ലക്ഷ്യം എന്താ? നിങ്ങളാരും അതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. പാട്ടി രാമിനെയും വെട്രിയെയും ആനന്ദിയെയും നോക്കി ചോദിച്ചു. രേഷ്മ സിനിമയിൽ കയറിയില്ലേ? ഇനി അവൾ അഭിനയിക്കുന്ന പടങ്ങളിലൊക്കെ ഞാനും റാമും അസിസ്റ്റന്റ് ഡയറക്ടർമാർ. ആനന്ദിയുടെ കാര്യം ഞങ്ങൾക്കറിയത്തില്ല, വെട്രി വിനയത്തോടെ പറഞ്ഞു. അയ്യടാ, അങ്ങ് വന്നേച്ചാൽ മതി. നിന്നെയൊക്കെ ഇപ്പോൾ തന്നെ മണിരത്നം സാർ അസിസ്റ്റൻ്റ് ആക്കും, രേഷ്മ പുച്ഛത്തോടെ പറഞ്ഞു. കണ്ടോ കണ്ടോ, ഇവൾ സിനിമാക്കാരുടെ തനി നിറം കാണിച്ചു തുടങ്ങി. നിന്നെ നമ്പിനാൽ വെട്രിയെ ബാക്കി പറയുവാൻ റാം സമ്മതിച്ചില്ല. എനിക്ക് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോവൽ എഴുതണം പാട്ടി. പറ്റിയാൽ അത് തന്നെ സിനിമയായി ചെയ്യുകയും വേണം. ഇതാണ് എൻ്റെ എയിം, റാം പറഞ്ഞു. എങ്കിൽ ആ പടത്തിൽ ഞാൻ ഡയറക്ടർ. ഇന്നു മുതൽ അതാണ് എൻ്റെ പുതിയ എയിം, വെട്രി വീണ്ടും വിനയത്തോടെ പറഞ്ഞു. എൻ്റെ വെട്രി, രേഷ്മ അവനെ കൈകൂപ്പി കാട്ടി. നിൻ്റെയോ? കൂട്ടത്തിലില്ലാത്ത ഒരാളെ പോലെ അവരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആനന്ദിയോട് പാട്ടി ചോദിച്ചു. എനിക്കങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല പാട്ടി, അവൾ സാമട്ടിൽ പറഞ്ഞൊഴിഞ്ഞു. അത് കള്ളം. നീ ഈ ഉറുമ്പ് ഭക്ഷണം സ്വരുക്കൂട്ടുന്നത് പോലെ പൈസ സ്വരുക്കൂട്ടുന്നത് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ. അത് പറ ആദ്യം, രേഷ്മ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എനിക്കും അതറിയണം, വെട്രിയും രേഷ്മയ്ക്കൊപ്പം ഏറ്റുപിടിച്ചു. നമ്മളൊക്കെ ഇത്രയും അടുത്ത സ്ഥിതിക്ക് നിനക്കത് പറഞ്ഞുകൂടെ?
റാമും അതേ കാര്യം ആവശ്യപ്പെട്ടു. ആനന്ദി ആശയക്കുഴപ്പത്തിലായതുപോലെ പാട്ടിയെ നോക്കി. അവരെപ്പോലെ നിർബന്ധിച്ചില്ലെങ്കിലും പാട്ടിയുടെ മുഖത്തും അതറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് ആനന്ദിക്ക് തോന്നി. അയ്യോ, സത്യമായിട്ടും എനിക്കങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നേ. അവളുടെ മറുപടിയിൽ അത്ര തൃപ്തി തോന്നിയില്ലെങ്കിലും അവർ കൂടുതലൊന്നും ചോദിക്കുവാൻ നിന്നില്ല. അന്ന് രാത്രിയിൽ റാം വെട്രിയുടെ മുറിയിലും രേഷ്മയും ആനന്ദിയും പാട്ടിയുടെ മുറിയിലുമായി കിടന്നുറങ്ങി. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.